എസ് കെ പൊറ്റക്കാടിൻ്റെ മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചതിൽ എനിക്ക് ഭക്ഷണം കഴിച്ചത് ഓർമ്മയുണ്ടാവുക. ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചതിൽ അതാണ് എനിക്ക് ഓർമ്മ. ഇപ്പം എൻ എസ് മാധവൻ ഇവരെ പോലെ അങ്ങനെ ഒരുപാട് വോളിയം റൈറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനല്ല. എൻ എസ് മാധവൻ്റെ പോലും ഞാൻ ആ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ബാക്കി ഓർമ്മയുണ്ടാവില്ല. മെൻ്റലാണ്. വേറെ ഒരു പണിക്ക് യൂട്യൂബ് എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാനിപ്പോഴും ഇംഗ്ലണ്ടിലെയോ മറ്റോ വല്ല റെസ്റ്റോറൻറ്റിലും പാത്രം കഴുകുന്നുണ്ടാവുമായിരുന്നു. എന്നെ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് ഉള്ളൂ എന്ന് എനിക്കറിയാൻ പാടില്ല, ഇതല്ലാതെ. അല്ല, പണ്ടൊക്കെ നമ്മളിങ്ങനെ ഭക്ഷണം എപ്പോഴും കഴിക്കുമ്പോഴത്തെ വീട്ടിൽ ഭക്ഷണത്തിനെ പറ്റി അല്ലാതെ ഇവന് വേറൊരു ചിന്തയില്ല എന്ന് പറയുന്ന പോലത്തെ വഴിയായി. അതിപ്പോ ഒരുപാട് ക്രിക്കറ്റേഴ്സ് പണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛനമ്മമാര് പറഞ്ഞിട്ടുണ്ടാവൂലേ ഇവനൊന്നും പഠിക്കുന്നില്ല എന്ന്. അവരിപ്പോ വലിയ ആൾക്കാർ ആയിട്ടുണ്ടാവൂലേ. അതെ അതെ. യേശുദാസിനെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഫുൾ ടൈം പാട്ടും പണി നടക്കുകയാണ്. അപ്പൊ നമ്മള് ഒരിക്കലും ആ ലെവലിലൊന്നും ഒരിക്കലും എത്താൻ പറ്റൂലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ നടക്കും.